നമസ്കാരം. ഈ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കേണ്ടാന്ന് വെച്ചായിരുന്നു. പക്ഷേ കുറച്ച് അഭിപ്രായങ്ങൾ വളരെ മാന്യമായി, സമാധാനപരമായി പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. പണ്ടത്തേക്ക് എൻ്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തായിരുന്നു, ഒരാള് ഒന്ന് പറഞ്ഞാൽ അതിന് രണ്ട് പറഞ്ഞുകൊണ്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന പല വീഡിയോസും ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ നിർത്തി. ഇപ്പൊ ആണ്ടിലും സംക്രാന്തിക്കൊക്കെയാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. അതും ഇതേപോലെയുള്ള റിയാക്ഷൻ വീഡിയോസ് ഒന്നുമല്ല. ഏതെങ്കിലും ഒരു ക്രൈം കേസസ് അങ്ങനെ വല്ലതും, അല്ലെങ്കിൽ ചില വിഷയത്തോടുള്ള എൻ്റെ അഭിപ്രായം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത്. ടൈമില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ. വർക്കിലൊക്കെ ഇത്തിരി തിരക്കായതുകൊണ്ട് തന്നെ ഒട്ടും ടൈം കിട്ടാറില്ല. ദയാ സുജിത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി, ആക്ട്രസ് മഞ്ജു പിള്ളയുടെ മോള്. മഞ്ജു പിള്ളൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു ഫീലാണ് വരിക. കാരണം പലരും അവരെ പറ്റി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ പല വ്ളോഗ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ളവരെ സ്വന്തം ഫാമിലി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു അമ്മ എന്ന് ഉള്ളൊരു റെസ്പെക്റ്റോടു കൂടി കൊളീഗ്സ് എല്ലാവരും കാണുന്ന സ്ത്രീയാണ് അവർ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരെ സ്നേഹിക്കുന്ന സ്ത്രീ. ഇവരുടെ മകളാണ് ദയാ സുജിത്ത് എന്ന് പറയുന്ന വ്യക്തി. എനിക്ക് തോന്നുന്നു ഒരു 23 24 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ ഈ കുട്ടിക്ക്. ആ കുട്ടി 2023 ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിൻ ചെയ്തു എന്നാണ് കാരണം. ദയാ സുജിത്ത് ഒരു മോഡലാണ്. അപ്പോൾ അവർക്ക് ഓരോ പ്രോജക്റ്റ് വരും, അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം അവർ സെലക്ട് ചെയ്യും, അതിട്ടുകൊണ്ട് ഫോട്ടോഷൂട്ട് നടത്തും. ആ ഫോട്ടോ അവരുടെ പേഴ്സണൽ പ്രൊഫൈലിൽ, അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ അവർ അപ്ലോഡ് ചെയ്യും. അതിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ക്യാപ്ഷനോ അതുപോലെ തന്നെ ഒരു ഇന്റൻഷനോ അവിടുന്ന് വരുന്നില്ല. ജസ്റ്റ് ആ ഒരു ഫോട്ടോ അതിൻ്റെതായ രീതിക്കുള്ള ക്യാപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അത് 2023 ഇട്ടിട്ടുള്ള സാധനം ഒന്ന് പിൻ ചെയ്തപ്പോൾ ഇതൊന്ന് കണ്ടു. കണ്ടന്റ് ക്ഷാമം ഒട്ടുമില്ലാത്ത, എല്ലാവരെയും വായ തോന്നിയത് വിളിച്ച്, അതായത് അസഭ്യം പറഞ്ഞ് റിയാക്ട് ചെയ്യുന്ന ഒരു സ്ത്രീ എന്ന് വിളിക്കാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു അത് ഇത്തിരി മാന്യമായ രീതിയിൽ ഈ വീഡിയോ കൊണ്ടുപോകാം എന്നുള്ളൊരു വിചാരം മാത്രമേ എനിക്കുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് കുറെ ഓപ്പൺ ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് പറയുന്നതിന് 2 എണ്ണം തിരിച്ചു പറയുന്ന രീതിയിലുള്ള റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് വേണ്ടപ്പെട്ട പലരും അത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത്, കാര്യങ്ങൾ പറഞ്ഞു പോയാൽ പോലെ, എന്തിനാണ് ഇമോഷണലി ഒരു സംഭവത്തെ പറ്റി പ്രതികരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് പിന്നീട് എനിക്ക് പതുക്കെ ശരിയാണെന്ന് തോന്നി. കണ്ടന്റ് ഞാൻ ഇടാതെയായി, ഇത്തരം റിയാക്ഷൻ കാര്യങ്ങളെല്ലാം ഇടാതെയായി. ഇപ്പൊ വളരെ കുറവാണ്. എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ അത് ക്ഷമയോടെ കേട്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങളുടെ തലച്ചോറ് എന്ന് പറയുന്ന സാധനം എവിടെയും കൊണ്ട് പണയം വെച്ചിട്ടില്ലല്ലോ. സ്വയം ചിന്തിക്കുക. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എന്ത് വികാരമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് ആ കോസ്റ്റ്യൂം ചിലപ്പോൾ നന്നല്ലാന്ന് തോന്നാം. നിങ്ങൾ ആലോചിക്കുന്നത് ചിലപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും അത് ഇട്ടാലുള്ള കാര്യമൊക്കെ ആയിരിക്കും ആലോചിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ നിന്റെ പെങ്ങൾക്കോ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ അമ്മയ്ക്കോ നീ ഇത് വാങ്ങിക്കൊടുക്കൂ, ഈ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അർത്ഥമില്ല. ആ കുട്ടി ഒരു മോഡലാണ്, ആ കുട്ടി ആ ഡ്രസ്സ് ഇട്ടു, ഓക്കെ, അത്രേ ഉള്ളൂ. ആ ഒരു സംഭവം തന്നെ ബേസ്ലെസ് അല്ലേ? നിന്റെ വീട്ടിലുള്ളവർക്ക് നീ ഡ്രസ്സ് ഇട്ട് കൊടുക്കുവോ, അതുപോലെ തന്നെ ആ ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുമോ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണത്. ആ ഒരു ഡ്രസ്സ് ആ ഒരു മോഡലിങ്ങിന് വേണ്ടി ഒരു ഭാഗത്ത് ഒരു ഏരിയയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇടുന്നതാണ്. അത് വെച്ചിട്ട് ആരെയും സെഡ്യൂസ് ചെയ്യാൻ ആ കുട്ടി ശ്രമിച്ചിട്ടില്ല. അത് വെച്ച് ആരെയും ക്യാൻവാസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അതൊരു വർക്കാണ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണത്. അതിനെ വേറൊരു രീതിക്ക് എന്തിനാ കൊണ്ടുപോകുന്നത്? അതിട്ടിട്ട് ബസ്സിൽ പോ, അതും കൂടി അഴിച്ചിട്, ആളുകൾ പിടിക്കട്ടെ, വലിക്കട്ടെ, ഞെരടട്ടെ, കൊരടട്ടെ, പല രീതിയിലുള്ള വൃത്തികെട്ട വാക്കുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അമ്മയെ എത്രത്തോളം മോശമായിട്ട് പറയാൻ പറ്റും അത്രത്തോളം മോശമായിട്ട് പറയുന്നു. ഒന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാരാണ് ഇതൊക്കെ പറയാൻ? ഇവർക്ക് എന്തർഹതയാണ് ഇത് പറയാനുള്ളത്? ശരി, നിങ്ങൾക്ക് ആ കുട്ടിയുടെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിങ്ങിനെ വിമർശിക്കും, മാന്യമായ രീതിയിൽ വിമർശിക്കാം, മാന്യമായ രീതിയിൽ വിമർശിക്കാം. അല്ലാതെ അതിട്ട് പുറത്തിറങ്ങ്, ആളുകൾ പിടിക്കട്ടെ, വലിക്കട്ടെ, എന്ത് തരംതാണ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണെന്ന് ഭയങ്കരമായിട്ട് സ്വയം പ്രഖ്യാപിത ഫെമിനിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു സ്ത്രീയെ പറ്റി, ആ സ്ത്രീയുടെ മോളെ പറ്റിയൊക്കെയാണ് നിങ്ങൾ ഇത്രയ്ക്കും മോശമായി സംസാരിക്കുന്നത്. ഇത്രയ്ക്കും മോശമായിട്ട് ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. എത്ര മോശമായിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് വന്നിട്ട്, ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു വന്നിട്ട് ഇത്രയ്ക്ക് മോശമായിട്ട് ഒരു സ്ത്രീയെ പറ്റിയും അവരുടെ മകളെ പറ്റിയും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ പല വീഡിയോസിലും, ഈ ഒരു വീഡിയോസ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പലയിടത്തും ഞാൻ കേട്ടൊരു വാക്കാണ് വെർബൽ റേപ്പ്. അതാണല്ലോ ഇപ്പൊ ട്രെൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്, വെർബൽ റേപ്പ്. അതായത് ഇവർ ആരെങ്കിലും കമന്റ് ചെയ്യുമ്പോൾ അതിന് പച്ചയ്ക്ക് മറുപടി പറയാം. പിഞ്ച് കുട്ടികളെ, അതായത് നിങ്ങളുടെ ശത്രു ആയിക്കോട്ടെ, ആ ശത്രുവിന്റെ മക്കളെ ഏജ് പോലും കൺസിഡർ ചെയ്യാതെ വളരെ മോശമായി, വൾഗറായി
പറയുക. പിന്നെ എവിടെയാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ ഒരു വാല്യൂ എവിടെ വരുന്നത്? നിങ്ങളൊരു കാര്യത്തെ വിമർശിക്കുന്നു, പക്ഷെ നിങ്ങളെ വിമർശിക്കാൻ നിങ്ങൾ 100 10,000 കാര്യങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുറെ വിവരദോഷികൾ ഉണ്ടാവാം. വിവരദോഷികൾ, തലച്ചോറ് പണയം വെക്കാത്ത ആളുകളെയല്ല ഞാൻ പറയുന്നത്. തലച്ചോറ് നിങ്ങളെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്, കണ്ടന്റ് ഒന്നും അല്ലത്, ഇത് തോന്നിയവസമാണ്. നിങ്ങൾക്ക് അടിയറവ് വെച്ചിട്ടുള്ള കുറെ അടിമകളുണ്ട്. കുറെ പേർക്ക് ആ ഒരു അറിവില്ലാത്തതുകൊണ്ടായിരിക്കും, അവരെ ഞാൻ പറയുന്നില്ല. പക്ഷേ എത്ര മോശമായിട്ടാണ് ആ കുട്ടിയുടെ ആ ഡ്രസ്സിങ്ങിനെ പറ്റി പറയുന്നതിന് പകരം ആ കുട്ടിയെ എത്രത്തോളം ജഡ്ജ് ചെയ്യുന്ന രീതിയിലാണ് കമന്റ്സ് വരുന്നത്. മഞ്ജു പിള്ളയെ എത്ര ജഡ്ജ് ചെയ്യുന്ന രീതിയിലാണ് കമന്റ് വരുന്നത്. ഇതിപ്പോ ഇവരിട്ടത് കൊണ്ട് ഓക്കെ, ഒരു സാധാരണക്കാരി ഇട്ട് കഴിഞ്ഞാൽ അത് കുഴപ്പമാവും, പ്രശ്നമാവും എന്നൊക്കെ പറയുന്നു. അവരുടെ പ്രൊഫഷനാണത്, അത് മനസ്സിലാക്കുക. അതിനൊരു പ്രൊഫഷനായിട്ട് കാണുക. അല്ലാതെ ഇത് വേറെ രീതിയിലുള്ള മറ്റേ എന്താ പറയാ, ഇൻസ്റ്റാഗ്രാം വഴി ആളുകളെ ക്യാൻവാസ് ചെയ്ത് ഹണി ട്രാപ്പ് ചെയ്യുന്ന ഒരു ലേഡി അല്ല അപ്പുറത്തുള്ളത്. ദയാ സുജിത്ത് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ മോഡലാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയും ചെറിയ ഏജിൽ തന്നെ പല അനുഭവങ്ങളുള്ള, പുറമേക്ക് പോയി പഠിച്ചിട്ടുള്ള, ഇതൊക്കെ ആലോചിക്കാൻ വരെ നിങ്ങൾക്ക് അർഹതയില്ല. ഇപ്പൊ നിങ്ങളൊക്കെ പറയുന്നുണ്ട് പണിയെടുത്ത് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. എന്ത് വിവരക്കേടാണ്, എന്ത് വിവരക്കേടാണ്! ഈ കൂലിപ്പണിയും അതുപോലെ തന്നെ പെയിന്റിങ് പണി, ഇങ്ങനെയുള്ള പണി മാത്രമാണ് പണി, അധ്വാനം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? തൊഴിലുറപ്പിന് പോവാൻ മഞ്ജു പിള്ളയോട് എനിക്ക് ശരിക്ക് ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ നിങ്ങളോട്. ദേഷ്യമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ അത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അത് വീണ്ടും ഒരു സംഭവമാവും. എന്നെ പോലെ 100 പേര് ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങളും അത് പ്രൊവോക്ക് ആവും, വീണ്ടും അതിനെപ്പറ്റി പറയുന്നു. പിന്നെ ആരാണോ നിങ്ങളെ വിമർശിച്ചത് അവരുടെ തന്തയ്ക്കും കുഴിയുള്ളവർക്കൊക്കെ വിളിക്കുന്നു. എത്രത്തോളം നിങ്ങളുടെ വായിന്ന് വരുന്ന സാധനമില്ലേ, ഒരു വഴിയിൽ വല്ലതും പുഴുത്ത് കടന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അത്രയ്ക്ക് അറപ്പ് തോന്നില്ല. അത്രയ്ക്കും വൃത്തികെട്ട വർത്താനമാണ് നിങ്ങളുടെ വായിന്ന് വരുന്നത്. ശരിക്കും അപ്പി വർത്താനം, അപ്പി വർത്താനം കേട്ടോ, അപ്പി വർത്താനം നിങ്ങളുടെ വായിന്ന് വരുന്നതെന്ന് എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾക്കത് ചിന്തിക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുന്നു, പിഞ്ചു കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അത്രയും വൾഗറായിട്ട് നിങ്ങൾ വാക്യങ്ങൾ പറയുന്നു ഓരോ കാര്യത്തെ പറ്റിയും. നിങ്ങളുടെ ശത്രുവായാൽ പോലും ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ആ ഒരു ഏജിലുള്ള അല്ലെങ്കിൽ വലിയ ആൾക്കാരായിരിക്കണം. അല്ലാതെ അവരുടെ മക്കളെ നിങ്ങൾ എത്രത്തോളം മോശമായിട്ടാണ് പറയുന്നത്. ഒരു ലൈവിൽ നിങ്ങൾ പറയുന്നത് ആരെയെ പറ്റിയാണ് പറഞ്ഞത്, ആരെയാണെന്ന് എനിക്കറിയില്ല. കുട്ടികളെ കളിക്കുന്ന ഒരു ടീമുണ്ട്, അവിടേക്ക് ഞാൻ വിറ്റു എന്നാണ് അവൾ പറയുന്നതെന്നൊക്കെ പറയുന്നു. കുട്ടികളെ കളിക്കുന്ന എത്രത്തോളം അത് നിങ്ങൾ അത്രയ്ക്കും നോർമലായി പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര മോശമാണ് ഈ കാര്യം എന്നുള്ളത് ഈ കാണുന്ന വിവരദോഷികൾക്ക്, അതായത് അറിവില്ലാത്തവർക്കല്ല ഞാൻ പറയുന്നത്, വിവരദോഷികൾക്ക്, നിങ്ങളുടെ അടിമയായിട്ടിരിക്കുന്ന വിവരദോഷികൾക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അവര് ഒരു മോഡലിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബോഡി മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, അതവിടെ ആ ഒരു പ്രോജക്റ്റ് അവിടെ അവസാനിച്ചു. അല്ലാതെ അത് വെച്ചിട്ട് അവര് ബിസിനസ് ആക്കുന്നില്ല, ആരെയും ക്യാൻവാസ് ചെയ്യുന്നില്ല. അത് ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന പോലെ അതിട്ടിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നില്ല, അതിട്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നില്ല. പിന്നെ വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം, നമുക്ക് ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യം ബോറായി തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കാതിരിക്കണം, വിട്ടേക്കണം. നമ്മളെ ഇടിപ്പിച്ചിട്ടില്ല അത്, ഓക്കെ, നമ്മളെ ഇടിപ്പിക്കാൻ വന്നിട്ടില്ല. അവരാ ഡ്രസ്സ് ഇട്ടു, ഫോട്ടോഷൂട്ട് ചെയ്തു, പരിപാടി കഴിഞ്ഞു, പോസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇത് ഇത്രത്തോളം നിങ്ങൾ അല്ല, ഞാൻ അറിയാ ചോദിക്കുക, എത്രത്തോളമൊക്കെ രോക്ഷാകുലയായി അത്രയ്ക്കും ബുദ്ധികെട്ട വാക്കുകൾ കൊണ്ട് അവരെ വിമർശിക്കാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? നിങ്ങൾക്ക് വല്ല ഡെസിഗ്നേഷൻ ഉണ്ടോ അതിന്റെ? ഇത്രത്തോളം പച്ചയ്ക്ക് വിമർശിക്കാൻ, അതായത് പച്ചയ്ക്ക് ഇങ്ങനെ ആരെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാനുള്ള എന്ത് അധികാരമാണ് ഈ നിയമവ്യവസ്ഥ നിങ്ങൾക്ക് തരുന്നത്? നിങ്ങൾ പറയുന്നു ന്യൂഡിറ്റി എന്ന് പറഞ്ഞാൽ ക്രൈമാണെന്ന് പറയുന്നു. അതിലെവിടെയാണ് ന്യൂഡിറ്റി? മറക്കേണ്ട ഭാഗമൊക്കെ മറച്ചിട്ടാണ് ആ ഫോട്ടോ ഉള്ളത്. വേറൊരു വിഷയം എന്താണ് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരം ഡ്രസ്സ് ഇട്ട് ഫോട്ടോ ഇട്ടത് കണ്ടിട്ട് ആളുകൾ ക്രൈം ചെയ്യാൻ പോകുന്നതാണ്. ദയാ സുജിത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് നാളെ 2 പേരെ പീഡിപ്പിക്കാം, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ആളുകൾ പോകുന്നുണ്ടെന്നാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആനിമേഷൻ ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ബസ് കയറി. അപ്പോൾ ഒരു 55-60 വയസ്സുള്ള ഒരു അപ്പാപ്പൻ എൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. ഞാൻ വിൻഡോ സീറ്റിലായിരുന്നു. എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നെ ഇങ്ങനെ ഉരയ്ക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഈ വയറിൻ്റെ ഭാഗത്ത്. ഞാൻ ആദ്യം പറഞ്ഞു എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട്, കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, അങ്കിളൊന്ന് ഒതുങ്ങിയിരിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഓക്കെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ അയാൾ പിന്നെയും ഉറക്കം തൂങ്ങണ പോലെ ഇങ്ങനെ ഇരുന്ന് പിന്നെയും അയാൾ ഇട്ട് ഉരയ്ക്കുന്നുണ്ടായിരുന്നു.
ഇതിനെ പറയുന്നതാണ് ഞരമ്പ് രോഗം. ആ ഒര ഞാൻ മാറ്റി കൊടുത്തു, കുറച്ചു നേരം വരച്ചുള്ളൂ, അത് ഞാൻ മാറ്റി കൊടുത്തു. ആദ്യം മാന്യമായിട്ട് ഞാൻ പറഞ്ഞു അറിയാതെ വല്ലതും പറ്റിയാണോ, വയസ്സായ മനുഷ്യനല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞുള്ള ഒര ഞാൻ മാറ്റി കൊടുത്തു. അയാൾ ഇനി ആരും വരച്ചിട്ടുണ്ടാവില്ല. ഇതേപോലെ തന്നെ ആണുങ്ങൾക്ക് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഞരമ്പ് രോഗം, കഴപ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ട്. അവർക്ക് ഇപ്പോൾ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണോ, ടൈറ്റ് ആയിട്ടുള്ളതാണോ, ലൂസ് ആയിട്ടുള്ളതാണോ, 2 വയസ്സായ പിഞ്ചു കുട്ടിയാണോ, 80 വയസ്സായ അമ്മമ്മയാണോ എന്നൊന്നും ചിന്ത വരില്ല ഇവന്മാർക്ക്. അവന്മാർക്ക് ഇപ്പോൾ ദയാ സുജിത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള മോഡൽസിൻ്റെയോ ഫോട്ടോ കണ്ടിട്ട് വേണ്ട ഒരാളെ പോയി അബ്യൂസ് ചെയ്യാനും റേപ്പ് ചെയ്യാനും പോവാൻ, ക്രൈം ചെയ്യാൻ പോവാൻ. ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മനസ്സിലാവണം. ബേസിക് ആയിട്ട് ആലോചിക്കുക. ഒരാളെ താറടിച്ച് കാണിക്കുക, ഒരാളെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നതിനേക്കാട്ടിലും വലിയ ക്രൈമൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വായെന്ന് വരുന്നതിനേക്കാട്ടിലും വലിയൊരു ക്രൈം ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ കുറവായിരിക്കും. നിങ്ങൾ വായെന്ന് വരുമ്പോൾ ഉള്ള നിങ്ങളുടെ വായെന്ന് വരുന്ന ഈ വർത്തമാനത്തിനേക്കാട്ടിലും വലിയ ക്രൈം എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും തരം താണ രീതിയിലാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഇതൊരു റിയാക്ഷൻ അല്ല, അതൊക്കെ ശരിക്കും അബ്യൂസാണ്. അബ്യൂസീവാണ്, നിങ്ങൾ വളരെ അബ്യൂസീവാണ്. ഫെമിനിസ്റ്റ് ഒന്നും നിങ്ങൾ സ്വയം പ്രഖ്യാപിക്കരുത് ദയവേദിട്ട്. അവരോടുള്ള റെസ്പെക്ട് തന്നെ ഓരോ ആളുകൾ വന്ന് ഓരോ വെളിത്തരം പറയുമ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഫെമിനിസം എന്ന് പറയുന്ന ഒരു സംഭവത്തിനോട് തന്നെ താല്പര്യമില്ലാതെ വരുവാണ്. ഫെമിനിസം എന്നൊക്കെ പറഞ്ഞാൽ പ്രിയങ്ക ചോപ്രയൊക്കെ പോലെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങളൊന്നും മാന്യമായ ഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ, അതിനാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അല്ലാതെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു സാധനമല്ല. പുരുഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉപാധിയാണ്, ഒരു കോൺസെപ്റ്റാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അതിനെ വളച്ചൊടിച്ച് ഈ കാണുന്ന വളരെ മോശമായ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഞാൻ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ നാട്ടിൽ ആദ്യമായി സൈക്കിള് ഓടിച്ച യുവതി നിങ്ങളാണെന്ന് പറയുന്നു, ആദ്യമായി കാർ ഓടിച്ച യുവതി നിങ്ങളാണെന്ന് പറയുന്നു. ഓരോ കാര്യങ്ങളും നിങ്ങൾ പൊട്ട് വെക്കേണ്ടാത്തതിനെന്തോ പൊട്ട് വെച്ച് നടന്നു, പിന്നെയാണ് പൊട്ട്, അതിന് വിമർശനമായിട്ടാണ് പൊട്ട് വെച്ചതെന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ മതത്തിന്റെ ഇതൊന്നും തൂക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങൾ കാരണം എത്ര പേരുടെ മനസ്സ് വിഷമിക്കുന്നുണ്ട്, എത്ര പേർക്ക് അത് ഹേർട്ട് ആവുന്നുണ്ട് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ? നിങ്ങളെന്നല്ല, ഞാനാണെങ്കിലും ആരാണെങ്കിലും ഇത്രയൊക്കെ പറയാൻ നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് കണ്ടന്റ് ആണോ, വരുമാനമാണോ? വേറൊരു പരിപാടിയും സക്സസ് ആവില്ല. അപ്പോൾ 4 പേരെ കുറ്റം പറയാൻ, 4 പേരൊന്നും കേട്ടോ, 40,000 പേരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ലൈവും വന്നിട്ടുണ്ട്. അതുപോലെ അതിൽ നിങ്ങൾക്ക് വിമർശനം വന്നാൽ നിങ്ങൾക്ക് സഹിക്കുന്നില്ല. എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? ഒരു ഇത്രയും തരംതാണ രീതിയിൽ ഓരോ ആളുകളെയും വെർബലി അബ്യൂസ് ചെയ്യുന്ന നിങ്ങൾ, വെർബൽ റേപ്പ് ചെയ്യുന്ന നിങ്ങൾ തന്നെ പറഞ്ഞ വാക്കാണ്, ഞാനായിട്ട് പറയുന്നതല്ല. വെർബൽ റേപ്പിലേക്ക് പോവാം, അതാണല്ലോ ഇപ്പൊ ട്രെൻഡ് എന്നൊക്കെ നിങ്ങൾ പലതവണയായിട്ട് നിങ്ങളുടെ പരിപാടിയിൽ പറയുന്നുണ്ട്, ലൈവിലും റിയാക്ഷനിലും പിന്നെ എക്സ്പ്ലനേഷൻ വീഡിയോസ്, ഇതിലെല്ലാം പറയുന്നുണ്ട്. ഒരു കൂട്ടരെ ഇപ്പോൾ വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ മാന്യമായി വിമർശിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഓക്കെ, മാന്യമായി വിമർശിക്കാൻ നിങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിൽ, മാന്യമല്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ പലരും മാന്യമല്ലാത്ത രീതിയിൽ തന്നെ അതിനെ റിയാക്ട് ചെയ്യും കേട്ടോ. അത് നമ്മുടെ കയ്യിലല്ല. ഞാൻ ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതിൽ മാക്സിമം മാന്യമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. മറ്റ് പല ടോപ്പിക്കിനെ പറ്റിയും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയുന്നില്ല, ഡയറക്റ്റ് ആണെങ്കിൽ പറയും, നേർക്ക് നേരാണെങ്കിൽ പറയും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ആ കുട്ടി ഒരു ഡ്രസ് മോഡലിങ്ങിന്റെ ഭാഗമായ ഒരു ഡ്രസ്സ് ഇടുന്നു, ഫോട്ടോഷൂട്ട് ചെയ്യുന്നു, ഇടുന്നു. ആ കുട്ടിയുടെ പല പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. കുറേ കുട്ടികൾക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. കുറെ കുട്ടികൾ ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. കുറെ അമ്മമാർക്ക് ആ കുട്ടി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ദയാ സുജിത്ത് ഒരു നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അവർ ഈ ഒരു എന്താ പറയാ, നിങ്ങൾ പറയുന്ന പോലെ ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞ സാധനമാണ്, അടിവസ്ത്രമിട്ട് ബസ് സ്റ്റാൻഡിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളല്ല. ഷീസ് എ കണ്ടന്റ് ക്രിയേറ്റർ. ആരെയും ഉപദ്രവിക്കാതെ അവരവരുടെ വഴി നോക്കി പോകുന്ന, അവരവരുടെ കാര്യം നോക്കി പോകുന്ന കണ്ടന്റ് ക്രിയേറ്റർ. പിന്നെ ഈ ഒരു അധ്വാനത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് ഞാൻ ഇടയിൽ വിട്ടുപോയി, ഒരു കോൾ വന്നതുകൊണ്ട്. അധ്വാനത്തിന്റെ കാര്യം, ഓക്കെ, അധ്വാനത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തു ആസ് എ പ്രൊഫഷൻ. ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ കാറ്ററിങ്ങിന് പോയി. ഇടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞായറാഴ്ചയൊക്കെ കാറ്ററിങ്ങിന് പോകും. അത് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ വന്നിട്ട് പറയുന്ന ഒരു ടീമായിട്ട് പോകും, കോയമ്പത്തൂരൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അങ്ങനെയുള്ള ഏരിയയിലേക്കൊക്കെ പോകും, കാറ്ററിംഗ് വർക്ക് ചെയ്യും പഠിക്കുന്ന സമയത്ത്. ഓക്കെ, കാറ്ററിംഗ് വർക്ക് നല്ലൊരു കാര്യമാണ്, നമുക്ക് അത്യാവശ്യം പോക്കറ്റ് മണി കിട്ടും. ഒരു കൂലിപ്പണിക്ക് പോകും,
കൂലി കിട്ടുന്നു, പെയിന്റ് പണിക്ക് പോകണു, കൂലി കിട്ടുന്നു. എല്ലാറ്റിനും അതിൻ്റെതായ അധ്വാനം ഉണ്ട്. അധ്വാനിച്ച് ജീവിച്ചൂടെ എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. തൊഴിലുറപ്പിന് പോയിക്കൂടെ എന്ന് മഞ്ജു പിള്ളയോട്. ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയെ കൊണ്ട് തൊഴിലുറപ്പിന് പോയിക്കൂടെ ഇതിലും ഭേദം? നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ എന്തിനോടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാത്തിനോടും ഉണ്ട്. എല്ലാ ജീവജാലങ്ങളോടും ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ. തൊഴിലുറപ്പിന് പോയാൽ പോരെ? പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല പണി. കൈക്കോട്ടെടുത്ത് കളച്ചാൽ മാത്രമല്ല പണി. ഇവിടെ എല്ലാം വേണം. എല്ലാത്തിനും ആൾക്കാർ വേണം. എല്ലാ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പല ഫ്രസ്ട്രേഷനും സഹിച്ചുകൊണ്ട്, പല ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട്, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാതെ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരെ പോലെയുള്ളവരും ജീവിക്കുന്നത്. അവർ ഇത്തിരി കൂടി സക്സസ്ഫുൾ ആണ്, അതുകൊണ്ട് അവരെ കുറ്റം പറയാം. ഇതല്ലേ നിങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ്? കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്ന നിങ്ങളെക്കാട്ടിലൊക്കെ എത്രയോ ബെറ്റർ അല്ലേ അത്? അവരവരുടെ കാര്യം നോക്കി പോകുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു, അഭിനയിക്കുന്നു, റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ട് പോകുന്നു. അവർ നിങ്ങളെ ആരെയും ദ്രോഹിക്കുന്നില്ല. എന്തിനാണ് ഇത്രയ്ക്കും ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, അൺഫോളോ ചെയ്ത് പോകണം, റെസ്ട്രിക്ട് ചെയ്ത് പോകണം. ഇത് ഒരിക്കലും ഒരു മോശം പ്രവണതയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഒരു പേജൊന്നും. പിന്നെ ന്യൂഡിറ്റി ആണെന്ന് നിങ്ങൾ പറയുന്നു. ന്യൂഡിറ്റിയുടെ അർത്ഥം എന്താ? ന്യൂഡിറ്റി ആണെന്ന് നിങ്ങൾ പറയുന്നു. അതൊരു കോസ്റ്റ്യൂമാണ് മാൻ, അതൊരു കോസ്റ്റ്യൂമാണ്. എന്നാൽ വളരെ മോശമായിട്ട് നൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ ആളുകളെ സെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചമ്മന്തി അരച്ചുകൊണ്ട് ആളുകളെ സെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ആളുകളെ വഴിതെറ്റിക്കുക എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ വഴിതെറ്റിക്കുക തന്നെ. വഴി തെറ്റാനുള്ളവരെ തെറ്റുള്ളൂ കേട്ടോ, അത് വേറെ വിഷയം. എന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഞാൻ എല്ലാം കാണിച്ചു തരാന്ന് പറയുന്ന കുറെ പേരുണ്ട്. അതൊക്കെ വഴി തെറ്റാനുള്ളവർ തെറ്റും. സബ്സ്ക്രിപ്ഷൻ എടുക്കും, അത് പോയി കാണും, ക്യാൻവാസ് ആവും. കാണുന്ന എല്ലാവരും ഇപ്പോൾ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഞരമ്പന്മാർ, നിങ്ങൾ പറയുന്ന പോലെ ഞരമ്പന്മാർ ഇതൊന്നും കണ്ടിട്ടല്ല പോയിട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഫ്ലിപ്കാർട്ട് ഡെലിവറി ബോയ് ബാംഗ്ലൂർ, ഒരു പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ ഫ്ലാറ്റാണ്. അപ്പോൾ കോണിപ്പടിയാക്കി ഇവൻ വന്ന് ഡെലിവറി ചെയ്തു. ഫ്ലിപ്കാർട്ടിൽ വന്ന ഓർഡർ അവർക്ക് കൊടുത്തു. മാം ഞാൻ വാഷ്റൂം യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അവർ പറയുന്നത് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, വയ്യ എന്നാണ് വിളിക്കുന്നത്, ഏട്ടാന്നാണ് വിളിക്കുന്നത്. ആലോചിക്കണം, ഞാൻ ഒറ്റയ്ക്കാണ്, പറ്റില്ല, നിങ്ങൾ പുറത്തെവിടെയെങ്കിലും ശ്രമിക്കൂ. അവിടെ വേറെ എത്രയോ ഫെസിലിറ്റീസ് ഉണ്ടാവും. അവൻ പ്ലീസ് മാം എന്ന് പറഞ്ഞാൽ ഇവരെ തട്ടി മാറ്റിയിട്ട് വാഷ്റൂമിൽ കയറി ഇവന്റെ എന്ത് പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ ചെയ്തതെന്നറിയില്ല. അത് കഴിഞ്ഞ് ഇവന്റെ പ്രൈവറ്റ് പാർട്ട് പുറത്തിട്ടുകൊണ്ടാണ് അവിടുന്ന് വന്നത്. ഇവർ വീഡിയോ എടുത്തുകൊണ്ട് അത് കണ്ടു. അഥവാ ഇവർ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അവൻ ആ കുട്ടി ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ആ കുട്ടി ശരിക്കും ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ്, ഞാൻ അത് അലോ ചെയ്യില്ല, നിങ്ങൾ ഇവിടെ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് അവൻ പോയി ലിഫ്റ്റ് കയറാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് സ്റ്റെയർസ് കൂടി ഇറങ്ങിപ്പോകുന്നു. വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാം ആ ചെയ്ത പ്രവൃത്തി എന്താണെന്ന്. ഇതിനെ പറ്റിയൊന്നും നിങ്ങൾക്ക് പറയാനില്ല. ഇവരിനിപ്പോ ആ വന്ന മറ്റേ ഹിന്ദിക്കാരൻ പയ്യൻ, ഫ്ലിപ്കാർട്ടിലെ ഡെലിവറി ബോയ്, ഇതേപോലെയുള്ള ആരുടെയെങ്കിലും മോഡലിംഗിന്റെ ഫോട്ടോ കണ്ടിട്ടാണോ ആ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയത്? ആലോചിക്ക്. തലച്ചോറ് എവിടെ അടിയറവ് വെക്കാതെ സ്വയം ചിന്തിച്ചു നോക്കുക. ആ ഒരു പാർട്ടിനെ പറ്റി ചിന്തിക്കണ്ട. നിന്റെ പെങ്ങൾക്ക് ഈ ഡ്രസ്സ് കൊടുക്കൂ, നിന്റെ ഭാര്യയ്ക്ക് ഈ ഡ്രസ്സ് കൊടുക്കൂ, നിന്റെ അമ്മയ്ക്ക് ഈ ഡ്രസ്സ് കൊടുക്കൂ. ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. അവർ സക്സസ്ഫുൾ ആണ്. അതിൽ നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടും ഒന്നും കാര്യമില്ല. മിക്ക നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവർക്കും അസൂയാണ്. അവർ സക്സസ്ഫുൾ ആണ്. അവരുടെ ഉള്ള ലക്ഷറി മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഒരാൾ സക്സസ്ഫുൾ ആണെന്ന് തോന്നുന്ന സമയത്ത് അവരോട് അസൂയ തോന്നാം, അവരോട് വിദ്വേഷം തോന്നാം, അല്ലെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ അല്ല എന്നുള്ളൊരു ഫ്രസ്ട്രേഷൻ അവരെ പലതും പറഞ്ഞ് തീർക്കുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത്. മോശമാണ്, വളരെ മോശമാണ്. ഓക്കെ, ഇത്രേ പറയാനുള്ളൂ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പിന്നെയും നിങ്ങൾക്ക് മാറാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ലേഡി പറഞ്ഞിട്ടുള്ളത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാടായി, എനിക്ക് എൻ്റെ പാട്. ഓക്കെ, അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.